ഹായ് വെൽക്കം ടു എവരി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീഡിയോയ്ക്കുള്ളിൽ ടോപ്പിലായിട്ട് എങ്ങനെയാണ് കാർഡ്സ് കൊണ്ടുവരുന്നത്, അതുപോലെ വീഡിയോയുടെ അവസാനം എങ്ങനെയാണ് എൻഡ് സ്ക്രീന് കൊണ്ടുവരേണ്ടത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്നോട് കുറച്ച് പേർ കമൻറ്റ് ബോക്സിൽ ചോദിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിനായിട്ട് ഫസ്റ്റ് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം യൂട്യൂബ് സ്റ്റുഡിയോ സെലക്ട് ചെയ്യുക. ഇവിടെ ഈ വെബ് പേജിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് ഡാഷ്ബോർഡ് ഉണ്ട്. ഡാഷ്ബോർഡിന് തൊട്ട് താഴെയായിട്ട് കണ്ടൻറ്റ് എന്ന് പറയുന്ന ഒരു ഐക്കണുണ്ട്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും ഇതിനകത്ത് കാണാൻ കഴിയുന്നതാണ്. നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എൻഡ് സ്ക്രീനും കാർഡ്സും ഒക്കെ കസ്റ്റമൈസ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ചെയ്യണമെന്നെങ്കിലും നമുക്കിതുപോലെ ഈ സെറ്റിങ്സിനകത്ത് വന്നിട്ട് എപ്പോൾ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു വീഡിയോ ഞാനിവിടെ സെലക്ട് ചെയ്യുകയാണ്. ഇതെൻ്റെ ഒരു പഴയ വീഡിയോ ആണ്. ഇവിടെ നമ്മൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഈ റൈറ്റ് സൈഡിലായിട്ട് നമുക്കൊരു എൻഡ് സ്ക്രീൻ എന്ന് പറയുന്ന ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഈ ടൈം ലൈനിൽ നിങ്ങൾക്കൊരു ബ്ലൂ കളർ ഐക്കൺ കാണാം. ഇത് ഞാൻ മുന്നേ കൊടുത്തായിട്ടുള്ള എൻഡ് സ്ക്രീനാണ്. ഞാനതിവിടെ ഡിലീറ്റ് ചെയ്യുകയാണ്. ഇതുപോലെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എൻഡ് സ്ക്രീന് ഡിലീറ്റ് ചെയ്യാനും കഴിയും. അതുപോലെ പിന്നീട് വന്നിട്ട് നമുക്ക് ആഡ് ചെയ്യാനും കഴിയുന്നതാണ്. ഇവിടെ മുകളിൽ കാണുന്ന എലമെൻറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് എൻ്റെ സ്ക്രീൻ ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ടൈം ലൈനിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്ന പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കവിടെ ടൈം ലൈൻ ആഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാൻ മുകളിൽ കാണുന്ന എലമെൻറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. അതായത് സബ്സ്ക്രൈബ് ബട്ടൺ, ചാനൽ, വീഡിയോ, പ്ലേലിസ്റ്റ് എന്നിങ്ങനെയുള്ള ഓപ്ഷൻസ് എല്ലാം കാണുന്നതാണ്. ഇപ്പോൾ സബ്സ്ക്രൈബ് ബട്ടണിൽ ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി സബ്സ്ക്രൈബ് ബട്ടൺ ചെയ്തിട്ടുള്ളതുകൊണ്ട് ആ സബ്സ്ക്രൈബ് ബട്ടൺ എൻ്റെ സ്ക്രീനിൽ കൊണ്ടുവരാൻ കഴിയുന്നതാണ്. ഇത് നമുക്ക് പിന്നീട് ഡ്രാഗ് ചെയ്ത് ഏത് ഏരിയയിലേക്കാണ് കൊണ്ടുവരേണ്ടതെന്ന് നമുക്ക് കറക്റ്റായിട്ട് വെക്കാനും കഴിയുന്നതാണ്. ഞാനത് ഡിലീറ്റ് ചെയ്യുന്നു. ഇത് കാണുന്ന മറ്റൊരു ഓപ്ഷനാണ് ഈ ചാനൽ. ഈ ചാനൽ എന്ന് പറഞ്ഞ ഉദ്ദേശം പറഞ്ഞാൽ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ ആ ചാനലിൻ്റെ നെയിം മുകളിൽ കാണുന്ന ഭാഗത്തായിട്ട് സെർച്ച് ചെയ്തുകൊണ്ട് നമ്മുടെ മറ്റ് ചാനലുകളുടെ ലിങ്ക് ഐക്കണായിട്ട് നമുക്ക് എൻ്റെ സ്ക്രീനിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇനി നമുക്ക് മറ്റ് സെറ്റിങ്സ് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ എലമെൻറ്റ് ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ നമുക്ക് വീഡിയോയ്ക്ക് താഴെയായിട്ട് പ്ലേലിസ്റ്റ് ഉണ്ട്. നമ്മൾ ഏതെങ്കിലുമൊക്കെ വീഡിയോസ് പ്ലേലിസ്റ്റായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കത് പ്ലേലിസ്റ്റും ഇതേപോലെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ എൻ്റെ സ്ക്രീനിൽ കൊണ്ടുവരാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത സെറ്റിങ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ എലമെൻറ്റ് ക്ലിക്ക് ചെയ്തു. ഫസ്റ്റ് കാണുന്ന ഓപ്ഷനാണ് വീഡിയോ. ഇതിൽ ഫസ്റ്റ് മോസ്റ്റ് റീസെൻ്റായിട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോസ് അതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ഏറ്റവും അവസാനമായിട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോസ് ഏതാണ് അത് സെലക്ട് ചെയ്യുന്നതാണ് മോസ്റ്റ് റീസെൻ്റ് ആയിട്ട് അപ്ലോഡ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ഇനി രണ്ടാമത് കിടക്കുന്ന ഓപ്ഷനാണ് ബെസ്റ്റ് ഫോർ വ്യൂവർ. അതായത് യൂട്യൂബിൻ്റെ അൽഗോരിതം വെച്ചിട്ട് മനസ്സിലാക്കും വ്യൂവറിന് ഏത് വീഡിയോ ആണ് ഞാൻ അടുത്ത ആവശ്യം. നമ്മുടെ വീഡിയോ നമ്മൾ 50-500 വീഡിയോസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഏത് വീഡിയോസാണ് ആവശ്യമെന്ന് യൂട്യൂബ് മനസ്സിലാക്കി എൻ്റെ സ്ക്രീനിൽ കാണിക്കും. അതാണ് ബെസ്റ്റ് ഫോർ വ്യൂവർ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എൻഡ് സ്ക്രീൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളൊരു വീഡിയോയ്ക്ക് ഏറ്റവും ലാസ്റ്റായിട്ട് കൊടുക്കുന്നതായിട്ടുള്ള ഒരു കാര്യമാണ് എൻഡ് സ്ക്രീൻ. പക്ഷേ നമ്മളൊരു വീഡിയോ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷവും യൂട്യൂബ് കുറേ എൻഡ് സ്ക്രീനുകൾ കാണിക്കുന്നുണ്ടായിട്ട്, അതായത് കുറേ കാർഡുകൾ ഉൾപ്പെടുത്തുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മുടെ വീഡിയോസും അതിൻ്റെ ഇടയിൽ കാണാവുന്നതാണ്. അതായത് അപ്പോഴും യൂട്യൂബ് എന്ത് ചെയ്യുന്നു, നമ്മുടെ വീഡിയോസിൽ ഏതാണ് ആവശ്യം എന്ന് യൂട്യൂബ് മനസ്സിലാക്കി അവിടെ ഒരു വീഡിയോസ് കാണിക്കുന്നുണ്ട്. അപ്പം വീണ്ടും നമ്മൾ ഇവിടെ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നത് എത്രത്തോളം ബെറ്റർ ആവുമെന്ന് എനിക്കറിയത്തില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ പറയുക. ഇതിന് മൂന്നാമതായിട്ടുള്ള ഓപ്ഷനാണ് ചൂസ് സ്പെസിഫിക് വീഡിയോ. അതായത് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇതാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചില വീഡിയോസ് CTR റേറ്റും ഒന്നും ഇല്ലാതെ ഇരിക്കുകയാണ്. അപ്പോൾ ആ വീഡിയോസ് ഒന്നുകൂടി എങ്ങനെയെങ്കിലും ആ വ്യൂവേഴ്സിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ, അതായത് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്നില്ല, അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ നമ്മളായിട്ട് റെക്കമെൻഡ് ചെയ്യാൻ നമുക്ക് കഴിയുന്ന ഒരു പാർട്ടാണ് ഇതെന്ന് പറയുന്നത്. ഇവിടെയാണ് നമുക്ക് എൻ്റെ സ്ക്രീനിൽ മെയിനായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റായിട്ട് തോന്നുന്നത്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ എന്താ ചെയ്യുക, നമ്മൾ ആ വീഡിയോ സെലക്ട് ചെയ്ത് നമുക്കത് എൻ്റെ സ്ക്രീനായിട്ട് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഞാനിപ്പോൾ ഒരു വീഡിയോ സെലക്ട് ചെയ്തു. ഓക്കെ, ഇവിടെ ഞാൻ വീണ്ടും നമുക്ക് വേണമെങ്കിൽ അടുത്ത വീഡിയോയും സെലക്ട് ചെയ്യാം. ഞാനപ്പോൾ ഇതുകൂടെ വീണ്ടും ഒരു വീഡിയോയും കൂടെ സെലക്ട് ചെയ്യണം. ഇപ്പോൾ ഞാൻ ഓൾറെഡി എത്ര വീഡിയോ സെലക്ട് ചെയ്തു, 2 വീഡിയോ നമ്മളവിടെ സെലക്ട് ചെയ്തു. ഇനി ഞാൻ വീണ്ടും മൂന്നാമതൊരു വീഡിയോ ഇവിടെ സെലക്ട് ചെയ്യാൻ പോകുമ്പോൾ ഇവിടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, ഇനി നമുക്കവിടെ സെലക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്ന വീഡിയോ പോർട്രേറ്റ് മോഡാണ്. പോർട്രേറ്റ് മോഡിൽ നമ്മൾ ആ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര സ്ക്രീൻ കൊടുക്കാം, വെറും 2 സ്ക്രീൻ മാത്രമേ കൊടുക്കാൻ കഴിയുകയുള്ളൂ. ഇവിടെ ഞാൻ ചെയ്ത വീഡിയോ 16:9 ആയിരുന്നുവെങ്കിൽ, അതായത് ഫുൾ സ്ക്രീൻ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിവിടെ 4 എൻഡ് സ്ക്രീൻ കാർഡുകൾ ഇവിടെ കൊടുക്കാമായിരുന്നു.
നമ്മൾ ഇങ്ങനെയൊക്കെ വരുന്ന സാഹചര്യങ്ങൾ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്, ബാക്ക്ഗ്രൗണ്ടിൽ ജസ്റ്റ് ഒരു സോളിഡ് ഇമേജോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവന്ന് വയ്ക്കുന്നത് ഒരു ബെറ്റർ ആയിട്ടുള്ള നല്ലൊരു കാര്യമായിരിക്കും. ഇവിടെ ടൈം ലൈനിൽ ബ്ലൂ കളറിൽ കാണുന്നത് നമ്മൾ മുകളിൽ മൗസിൽ സെലക്ട് ചെയ്യുന്ന ആ വീഡിയോസും, നമ്മൾ ബ്ലാക്ക് കളറിൽ കാണുന്നത് നമ്മൾ സെലക്ട് ചെയ്യാത്ത വീഡിയോസുമാണ്. അതായത് നമ്മൾ മൗസിൽ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് മുകളിലോട്ടോ താഴേക്കോ നമുക്കവിടെ ഡ്രാഗ് ചെയ്ത് വെക്കാവുന്നതാണ്. ഞാനിവിടെ ചൂസ് സ്പെസിഫിക് വീഡിയോയിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് 2 വീഡിയോസ് ഞാനിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ വേറെ മാറ്റങ്ങളൊന്നും വരുത്തുന്നില്ല. ഞാൻ ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്ത് സേവ് എന്ന് പറയുന്ന ആ ബട്ടൺ കൊടുക്കുകയാണ്. ഇനി ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ കൊടുത്ത എൻഡ് സ്ക്രീന് എത്രത്തോളം കറക്റ്റായിട്ട് വർക്കാവുന്നു എന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ എൻ്റെ വീഡിയോ പ്ലേ ചെയ്യുകയാണ്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം എൻ്റെ വീഡിയോ കംപ്ലീറ്റ് ആകുന്നതിന് തൊട്ട് മുന്നേ 2 എൻഡ് സ്ക്രീൻ അവിടെ വന്നു. അപ്പോൾ നമുക്ക് വ്യൂ പറഞ്ഞ് ആ ഡേറ്റാസ് കംപ്ലീറ്റ് ആയില്ല എന്ന് കരുതുക. അപ്പോൾ അവർക്ക് എന്താണ്, നമ്മളെ വീഡിയോസ് അവിടെ പ്ലേ ആവുന്നുണ്ട്, നമ്മളെ എൻഡ് സ്ക്രീന് നേരത്തെ വരികയും ചെയ്തു. അവർക്കതായ ഇൻഫർമേഷൻ പുറകിലുള്ളത് കാണാനും കഴിയുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾക്ക് കറക്റ്റായിട്ട് എൻഡ് സ്ക്രീൻ അവിടെ കൊടുക്കണം. അതിനായിട്ട് നമ്മൾ വീണ്ടും എൻഡ് സ്ക്രീനിൻ്റെ സെറ്റിങ്സിലേക്ക് നമ്മൾ പോവുകയാണ്. അവിടെ നമ്മൾ വീണ്ടും എൻഡ് സ്ക്രീൻ സെലക്ട് ചെയ്തു. എന്നിട്ട് ഇനി നമ്മൾ ചെയ്യാനുള്ളത് ടൈമിങ് കറക്റ്റ് ആക്കണം. അതിനായിട്ട് നമ്മൾ മുകളിൽ കാണുന്ന ആ ടൈമിങ്ങിൻ്റെ ഭാഗത്തായിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ടൈമിങ് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് മിനിമം 20 സെക്കൻഡ്സ് വരെയാണ് നമുക്ക് എൻഡ് സ്ക്രീനിലെ കാർഡ് അവിടെ കൊടുക്കാൻ കഴിയുന്നത്. നമ്മളതനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യുക. ഞാൻ ഏറെക്കുറെ എപ്പോഴും കൊടുക്കാനുള്ളത് ഏകദേശം 5 സെക്കൻഡ്സ് അല്ലെങ്കിൽ 6 സെക്കൻഡ്സ് കറക്റ്റായിട്ട് ടൈമിംഗ് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം അവിടെ എൻ്റർ ചെയ്യും. ഇവിടെ നിങ്ങൾ കമ്പ്യൂട്ടർ സ്ക്രീനിലാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഇതുപോലെ മൗസിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ടൈം ലൈനിൽ ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് നമുക്ക് ഡ്രാഗ് ചെയ്ത് കറക്റ്റായിട്ട് കൊണ്ടുവയ്ക്കാൻ കഴിയും. ഇവിടെ നിങ്ങൾ ടൈമിംഗ് കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ മിനിമം 5 സെക്കൻഡ്സ് എങ്കിലും നമ്മുടെ എൻഡ് കാർഡിന് ടൈമിംഗ് കൊടുക്കണം. എന്നാൽ മാത്രമേ അത് അവിടെ സേവ് ആവുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് അവിടെ സേവ് ആകത്തില്ല. നമ്മൾ സേവിങ് കൊടുക്കുമ്പോൾ അവിടെ എറർ മെസ്സേജ് കാണിക്കും. നമ്മൾ അതനുസരിച്ച് ടൈമിംഗ് കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ സേവ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ഞാനിവിടെ ടൈമിംഗ് എല്ലാം കറക്റ്റായിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇവിടെ സേവ് ചെയ്യുകയാണ്. മിനിമം കറക്റ്റായിട്ട് 5 സെക്കൻഡ് കൊടുത്തു. ഓക്കെ, അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാനുള്ളത്, നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ലാസ്റ്റ് ആ എൻഡ് സ്ക്രീൻ കൊടുക്കണമെന്ന് നമ്മൾ മനസ്സിൽ വിചാരിക്കുക. അതിനുശേഷം എന്താ ചെയ്യേണ്ടത്, നമ്മൾ അതനുസരിച്ച് ആ വീഡിയോയുടെ നമ്മളിപ്പോൾ ഒരു കുക്കിംഗ് വീഡിയോ അങ്ങനെ എന്തെങ്കിലും കാണിക്കണമെങ്കിൽ ആ വീഡിയോ നമ്മളത് ബ്ലോക്ക് ആവാത്ത രീതിയിൽ എൻഡ് സ്ക്രീൻ അവിടെ കൊടുക്കണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആ വീഡിയോ കംപ്ലീറ്റ് ആയതിനു ശേഷം ജസ്റ്റ് നമ്മൾ വീഡിയോയുടെ ലാസ്റ്റ് സ്ക്രീൻ ടൈമിംഗ്, അതായത് 5 സെക്കൻഡ്സോ അല്ലെങ്കിൽ 7 സെക്കൻഡ്സോ നിങ്ങൾ എന്ത് ചെയ്യണം, മറ്റെന്തെങ്കിലും ചെറിയൊരു സ്റ്റില്ലായിട്ടുള്ള ഇമേജോ സോളിഡ് ഇമേജോ അല്ലെങ്കിൽ ആ വീഡിയോയുടെ വേറെ എന്തെങ്കിലും പർട്ടിക്കുലർ ആയിട്ടുള്ള ഭാഗം നമുക്കവിടെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ വീഡിയോയുടെ നമ്മുടെ അവിടെ എൻഡ് സ്ക്രീൻ കൊടുക്കുമ്പോൾ അത് ബ്ലോക്ക് ആകത്തില്ല. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിവിടെ ഇതെല്ലാം കൊടുക്കുകയാണ്. ഇവിടെ ഞാൻ 2 എൻഡ് സ്ക്രീൻ കാർഡുകൾ കൊടുത്തു. എന്നിട്ട് ഞാനവിടെ സേവ് ചെയ്തു. ഇനി എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ വീഡിയോ എടുത്ത് പ്ലേ ചെയ്യുകയാണ്. പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം എവിടെയാണ് നമ്മൾ കൊടുത്തായിട്ടുള്ള എൻഡ് സ്ക്രീൻ കാർഡ് കാണുന്നത്. ഇവിടെ നമുക്ക് കാണാം ഏറ്റവും ലാസ്റ്റ് സെക്കൻഡ്സിലാണ് എൻ്റെ 5 സെക്കൻഡ്സിന് മുന്നേ ആയിട്ടാണ് എൻ്റെ കാർഡ് കാണുന്നത്. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് എൻ്റെ ഇത് വർക്കായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ടൈമിങ് കറക്റ്റായിട്ട് കൊടുക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഞാൻ മറ്റൊരു എക്സാമ്പിൾ കൂടെ കാണിച്ചു തരാം. അതായത് ഞാനിവിടെ ഫുൾ സ്ക്രീനായിട്ടുള്ള വീഡിയോയിൽ എൻഡ് സ്ക്രീൻ കൊടുക്കുന്നത് കാണിച്ചു തരാം. അതായത് ഞാനിവിടെ ഓൾറെഡി 2 ആഡ് ചെയ്തു. ഇനി 2 സ്ക്രീനും കൂടെ ആഡ് ചെയ്തു. അങ്ങനെ മൊത്തം 4 ഇവിടെ ആഡ് ചെയ്തു. അതായത് 3 എൻഡ് സ്ക്രീൻ കാർഡുകളും ഒരു സബ്സ്ക്രൈബ് ബട്ടനും ഞാനിവിടെ ആഡ് ചെയ്തു. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഫുൾ സ്ക്രീനിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 4 ചെയ്യാനുള്ള ഓപ്ഷനും പോർട്രേറ്റിലാണെങ്കിൽ വെറും 2 എൻഡ് സ്ക്രീൻ ചെയ്യാനുള്ള ഓപ്ഷനും മാത്രമേ വരികയുള്ളൂ. ഇനി നമുക്ക് വീഡിയോയിൽ എങ്ങനെയാണ് കാർഡ്സ് കൊണ്ടുവരുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ കാർഡ്സിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം ഇവിടെ ടൈം ലൈനിൽ ഓൾറെഡി ഞാൻ 3 കാർഡ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതുപോലെ നമുക്ക് ടൈം ലൈനിൽ ഡ്രാഗ് ചെയ്ത് നമ്മൾ ആ ടൈം ലൈനിൻ്റെ ഐക്കൺ അവിടെ കൊണ്ടുപോവുക. അതിനുശേഷം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ മുകളിൽ കാണുന്ന ആ കാർഡ് എന്ന് പറയുന്ന ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്ക് ഓപ്ഷൻസ് വരുന്നുണ്ട്, വീഡിയോ, പ്ലേലിസ്റ്റ്, ചാനൽ. അതായത് നമ്മൾ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ സെലക്ട് ചെയ്തു. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള വീഡിയോയുടെ കാർഡ് അവിടെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ഇതേപോലെ ടൈം ലൈനിൽ ഡ്രാഗ് ചെയ്ത് വെച്ച് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് കൊണ്ടുവരാനും അതുപോലെ ഡിലീറ്റ് ചെയ്യാനും നമുക്ക് കഴിയുന്നതാണ്. ഇനി നമ്മൾ നോക്കുന്നത് കാർഡ് കൊടുക്കുമ്പോൾ എന്ത് കാര്യമാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. നമ്മളിവിടെ ഒരു കാർഡ് സെലക്ട് ചെയ്യുമ്പോൾ പറഞ്ഞാൽ ലോങ്ങിലായിട്ടാണ് ടൈറ്റിൽ കാണിക്കുന്നത്. പിന്നെ നമ്മൾ ആ ടൈറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാം
ഒരു പാർട്ട് 2 എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി ഞാൻ അവിടെ കൊടുത്ത ഒരു ടൈറ്റിലാണ്. അതെങ്ങനെ കൊടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് കാണാം. ഞാൻ അവിടെ മുകളിലായിട്ട് പാർട്ട് 2 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ വന്നിട്ടുള്ളത്. ഇനി ഞാൻ എൻ്റെ കാർഡ് ടൈറ്റിൽ ഞാൻ നെയിം ചേഞ്ച് ചെയ്യുകയാണ്. ഞാൻ മസ്റ്റ് വാച്ച് എന്ന് ഷോർട്ടായിട്ട് ഇവിടെ കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ അവിടെ സേവ് ചെയ്തു. ഇങ്ങനെ നമുക്ക് ലോങ് ആയിട്ടുള്ള കാർഡ് ടൈറ്റിലുകൾ മാറ്റി ചെറിയ ടൈറ്റിലുകൾ വേണമെങ്കിൽ പിന്നീട് നമുക്കവിടെ കൊടുക്കാവുന്നതാണ്. ഇത് നമ്മൾ കൂടുതലായിട്ടും വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോഴെല്ലാം നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ പറയാറുണ്ട് നമ്മുടെ കാർഡ് ഐക്കൺ മുകളിൽ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്തെല്ലാം നമ്മൾ ഇതുപോലുള്ള ഇതാണ് കസ്റ്റമൈസ് ചെയ്യുന്നത്. ഇനി നമുക്ക് മൊബൈലിൽ എങ്ങനെയാണ് ഇതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളാണെന്ന് നമുക്ക് നോക്കാം. മൊബൈലിൽ ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനുള്ളത് നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറയുന്ന ആപ്ലിക്കേഷനകത്തോ യൂട്യൂബിനകത്തോ നമുക്ക് ഇതുപോലെ പോയിട്ട് എൻ്റെ സ്ക്രീനും കാർഡുകളൊന്നും കൊടുക്കാൻ വഴിയില്ല. അതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ മൊബൈലിൽ മോസില്ല ഫയർഫോക്സോ അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് എഡ്ജ്, ഗൂഗിൾ ക്രോം അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ബ്രൗസർ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിനുശേഷം യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. എന്നിട്ട് യൂട്യൂബ് സ്റ്റുഡിയോയിൽ നിങ്ങളുടെ ലോഗിൻ ഐ ഡിയും ഡീറ്റെയിൽസും കൊടുത്ത് ലോഗിൻ ചെയ്യുക. അതിനുശേഷം ഞാനിവിടെ കണ്ടൻറ്റ് എന്ന ആ ഒരു ഐക്കൺ ഇവിടെ ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് വെബ് പേജ് കറക്റ്റായിട്ട് വരുന്നതിൽ മുകളിൽ കാണുന്ന ആ ഒരു 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡെസ്ക് ടോപ്പ് സൈറ്റ് എന്ന് പറയുന്നത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിനുശേഷം ഞാനിവിടെ എൻ്റെ സ്ക്രീന് കൊടുക്കേണ്ടതായിട്ടുള്ള ആ ഒരു വീഡിയോ സെലക്ട് ചെയ്യുകയാണ്. ഇവിടെ ഓൾറെഡി ഞാൻ ഇവിടെ എൻ്റെ സ്ക്രീന് കൊടുത്തിട്ടുണ്ട്. അതാണ് ഇവിടെ കാണുന്നത്. നമ്മൾ കമ്പ്യൂട്ടർ ചെയ്ത സെയിം മെത്തേഡ് തന്നെയാണ്. നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്ത് മുകളിലേക്കും താഴേക്കും നമുക്കത് സ്ക്രോൾ ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇവിടെ ടൈം ലൈനിൽ എനിക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ഒരു ഭാഗം നമുക്ക് ഡ്രാഗ് ചെയ്തുകൊണ്ട് പോകാനേ പറ്റുള്ളൂ. പക്ഷേ നമുക്ക് ടൈമിങ് കറക്റ്റായിട്ട് അവിടെ സെറ്റ് ചെയ്യാൻ പറ്റില്ല. അതിനായിട്ട് നമ്മൾ മുകളിൽ കാണുന്ന ആ ഒരു ടൈമിംഗ് എന്ന് പറയുന്ന ഭാഗത്ത് തന്നെ നമ്മൾ ക്ലിക്ക് ചെയ്ത് മൊത്തം ഡിലീറ്റ് ചെയ്യുക. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനുള്ളത്. ടൈമിങ് മൊത്തം നമ്മൾ ശ്രദ്ധിച്ച ശേഷം മൊത്തം ഡിലീറ്റ് ചെയ്ത് കളയുക. അതിനുശേഷം നമ്മൾ ആ ഒരു 5 സെക്കൻഡ്സോ 7 സെക്കൻഡ്സോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് അവിടെ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുത്ത് നിങ്ങളവിടെ സേവ് ചെയ്യുക. ഇത് മാത്രമേ ഉള്ളൂ. നമ്മളവിടെ കറക്റ്റായിട്ട് ആ ഒരു ടൈമിങ് മൊത്തം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ഒന്നേന്ന് ആ ഒരു ടൈമിങ് കൊടുക്കുക. ഈ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ നമ്മൾ മൊബൈൽ ചെയ്യുമ്പോഴുള്ള ഡിഫറൻസ്. അതിനുശേഷം സേവ് ചെയ്യുക. നിങ്ങൾക്കവിടെ എൻ്റെ സ്ക്രീന് കറക്റ്റായിട്ട് വർക്കാവുന്ന. ഇനി ചിലർക്കുള്ള ഒരു ഡൗട്ടാണ്, നമ്മൾ ഈ ഷോർട്ട് വീഡിയോസിനകത്ത് എൻ്റെ സ്ക്രീനോ അല്ലെങ്കിൽ നമുക്ക് കാർഡുകളും കൊടുത്താൽ വർക്കാവും. ഞാനിവിടെ ഒരു ലൈവ് എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാൻ എൻ്റെ ഒരു ഷോർട്ട് വീഡിയോയ്ക്കകത്ത് ഞാനിവിടെ ഒരു കാർഡ് ഇവിടെ കൊടുത്തിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് കാണാം. ഇതിനി ഞാൻ എൻ്റെ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ അത് വർക്കാവുന്നുണ്ടോ എന്ന് നോക്കാം. ഞാനിവിടെ വീഡിയോ പ്ലേ ചെയ്തു. എൻ്റെ വീഡിയോ ഇവിടെ കംപ്ലീറ്റ് ആയി. ഇവിടെ ഒരു കാർഡും കാണിച്ചില്ല. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ കാർഡുകളൊന്നും സ്ക്രീനുകളോ ഒന്നും ഷോർട്ട് വീഡിയോയ്ക്കകത്ത് വർക്കാവില്ല. ഇനി നമ്മൾ ചെയ്ത വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന എൻ്റെ സ്ക്രീനും കാർഡും എല്ലാം കറക്റ്റായിട്ട് വർക്കാവുന്നുണ്ടോ എന്ന് നമുക്കറിയണ്ടേ. അതിനായിട്ട് നമ്മൾ ചെയ്യാനുള്ളത് ഇതുപോലെ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഏതെങ്കിലും ഒരു നിങ്ങൾ കൊടുത്തതായിട്ടുള്ള വീഡിയോ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന അനലറ്റിക്സ് എന്ന് പറയുന്ന ആ ഒരു ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഏറ്റവും മുകളിലായിട്ട് കാണുന്ന അഡ്വാൻസ് മോഡ് സെലക്ട് ചെയ്യുക. അതിനുശേഷം മോറിൽ സെലക്ട് ചെയ്തതിന് ശേഷം കാർഡ്സ് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് അല്ലാതെയും വേറെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. എൻ്റെ സ്ക്രീന് നമുക്ക് എത്ര പേര് സെലക്ട് ചെയ്തിട്ടുണ്ട്, ക്ലിക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയാം. നമുക്ക് കാർഡ് സെലക്ട് ചെയ്തതിനാൽ കാർഡിൽ എത്ര പേര് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ അറിയാം. അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം നമ്മുടെ ഡേറ്റാസ് അനലൈസ് ചെയ്യും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടുവാൻ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക് യു. ബൈ.